ഇന്ന് റിപ്പോർട്ടർ ടി വിയുടെ പ്രഭാത പരിപാടി ഉണ്ടല്ലോ, അരുൺകുമാർ നയിക്കുന്നത്. ആ പരിപാടിയിൽ ഇപ്പോൾ അവർ നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ അവർ എത്തിച്ചേർന്നത് കെ സുധാകരൻ്റെ വീട്ടിലാണ്. കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് മുട്ടയും അപ്പവും ഒക്കെ അരുൺകുമാറൊക്കെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തട്ടുമ്പോൾ സുഹൃത്തായിട്ടുള്ള VS രഞ്ജിത്തൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് നിരവധി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതായത് കോൺഗ്രസിൽ ഭരണത്തിലെത്തിയാൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കട്ടൺ ടൈസർ, ഒരു ചെറിയ ടീസറാണ് ഇന്ന് കെ സുധാകരൻ്റെ പ്രസ്താവനയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് ആര് മുഖ്യമന്ത്രി ആകണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ചെന്നിത്തലയെ കുറിച്ച് അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. ചെന്നിത്തല അറിഞ്ഞ് പെരുമാറും, കാരണം പലപ്പോഴും വിളിച്ച് സംസാരിച്ചിരുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അറിഞ്ഞ് പെരുമാറും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. വിഷമങ്ങളൊക്കെ അറിഞ്ഞ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പെരുമാറാൻ കഴിയും. ഏറ്റവും സീനിയോറിറ്റിയുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിരവധി കാര്യങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക്കലി പറയാം. അത് പാർട്ടി തീരുമാനിക്കും, അല്ലെങ്കിൽ MLA കൂടി തീരുമാനിക്കും. അത് ഭരണം കിട്ടുമ്പോഴല്ലേ എന്നുള്ളതൊക്കെ പറയാം. ഇപ്പോൾ കെ സുധാകരൻ അത്തരത്തിലുള്ളൊരു അഭിപ്രായം പറഞ്ഞു. ഇനി തൊട്ട് മുമ്പ് ഞാൻ മറ്റൊരു ചാനലിൽ അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, 100-ലധികം സീറ്റുകൾ കിട്ടും എന്നുള്ളത് VD സതീശന് ഉറപ്പുണ്ടാക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ അത്രത്തോളം ഉറപ്പില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. തുടർഭരണം വരുമോ, പിണറായി 3.0 വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുമൊക്കെ തന്നെ ഇനി UDF അധികാരത്തിലേക്ക് എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വാർത്തകളായോ കാർഡുകളായോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് തന്നെ വീഡിയോ എടുക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തു, കാരണം ഇനിയൊരു മന്ത്രിയാവലോ കേരള ഭരണത്തിലേക്ക് എത്തലോ ഒന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, അരുൺ വളരെ ബുദ്ധിപരമായി ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അരുൺ വളരെ മിടുക്കോടുകൂടി ആ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ അതിന് സമ്മതിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താണ് അങ്ങനെ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി സമ്മതിച്ചില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്തത് ഭരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫറൊന്നുമില്ല എന്ന് പറയുന്നു. ഭരണത്തിലേക്ക് എത്തിയാൽ മന്ത്രിയാകുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ്. അതായത് മൈൻഡിൽ നമുക്ക് കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം നമ്മൾ വെറുതെ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, വെറുതെ വിഷമമുണ്ടാകാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചു, എൻ്റെ മൈൻഡ് ഞാൻ അതിനുവേണ്ടി സെറ്റാക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സെറ്റാക്കിയതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് എൻ്റെ കൂടെയുള്ള പല സഹപ്രവർത്തകരുടെയും പെരുമാറ്റമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അവരുടെ രീതികൾ കൂടിയാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇവിടെ മത്സരിപ്പിക്കാനും മന്ത്രിയാക്കാനും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതൊക്കെ ചില നേതാക്കന്മാർ, കൂടെയുള്ള നേതാക്കന്മാർ ഇടപെട്ട് തടഞ്ഞതാണ് എന്ന് പറയുന്ന കൃത്യമായ മെസ്സേജ് അദ്ദേഹം കൊടുക്കുന്നു. അത്തരത്തിൽ തടയാത്ത ഒരു നേതാവായിട്ട് രമേശ് ചെന്നിത്തലയെ അദ്ദേഹം ഉയർത്തി കാണിക്കുകകൂടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ KC വേണുഗോപാലും പ്രത്യേകിച്ച് VD സതീശനുമൊക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ രോഷം വരികൾക്കിടയിലൂടെ പ്രകടിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് കെ സുധാകരൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ ഇപ്പം തന്നെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ May 4 ശേഷം UDF ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് നൽകുന്നത്. അത് കെ സുധാകരൻ തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇത് വായന എന്ന് പറയുന്നത് വരികൾക്കിടയിലൂടെ കൂടി വായിക്കേണ്ടതാണ്. റിപ്പോർട്ടർ ചാനലിലെ ആ ഇന്റർവ്യൂ, അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം മുഴുവൻ ഞാൻ പല തവണ വളരെ കൃത്യമായി കണ്ടതാണ്. ആ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വളരെ വളരെ അസംതൃപ്തരാണെന്നും ചില ആളുകളിൽ നിന്ന് തനിക്ക് കിട്ടിയത് വളരെ മോശം അനുഭവങ്ങളാണെന്നും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പാർട്ടി സമ്മതിക്കാത്തതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള അസംതൃപ്തി അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റൊരു അഭിമുഖത്തിൽ പിണറായി 3.0 തുടരില്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമാണ്.